കുക്കറൊന്നും യൂസ് ചെയ്യാതെ തന്നെ അടിപൊളിയായിട്ട് കലത്തപ്പം തയ്യാറാക്കി എടുത്താലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഊറ്റിയെടുത്തേക്കുന്നതാണ്. അത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കുക. അതിലേക്ക് ഒരു അര ടീസ്പൂണിലും ചെറിയ ജീരകവും 1/4 കപ്പ് ചോറും ഇത് അരച്ചെടുക്കാനുള്ള വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുക കേട്ടോ. തരിയൊന്നും പാടില്ല. അതിനുശേഷം അതൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം ഒരു അര ടീസ്പൂണോളം ഏലക്ക പൊടിയും ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് നമ്മൾ ഇതിലേക്കുള്ള ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കുന്നത് ഒരു 3 അച്ച് ശർക്കരയിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടി ചേർത്ത് മെൽറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നല്ല ചൂടോടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നീട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും കൂടെ മൂപ്പിച്ച് മിക്സ് കുറച്ച് ഭാഗം മാത്രം ഈ ഒരു മാവിലോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതുപോലുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഫ്രൈങ് പാനിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ ഒരു 10 to 12 മിനിറ്റോളം ഇത് ആവശ്യമായിട്ട് വരുള്ളൂ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിന് ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്